ഹായ്, ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. ആ വീഡിയോയുടെ ഇതിവൃത്തം ഇതായിരുന്നു. അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു, അമ്മ മരണപ്പെട്ടു പോയി. ഉമ്മ മരണപ്പെട്ടു പോയത് കൊണ്ട് വാപ്പ വേറൊരു കല്യാണം കഴിച്ചു. ആ വീട് അവരുടെ ഉമ്മായുടെ സ്ത്രീധന കാശ് കൊണ്ട് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകള് വന്ന് ഉപ്പായെയും രണ്ടാനമ്മയും പിടിച്ച് പുറത്താക്കുന്ന സിനാരിയോ ആണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം ആ വീഡിയോ ഞാൻ ഇവിടെ ചേർത്ത് വെക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. മകളും മരുമകനും ചേർന്ന് പിതാവിനെയും രണ്ടാം ഭാര്യയെയും തല്ലി പുറത്താക്കിയതായി പരാതി. ആലുവ മാറമ്പള്ളി സ്വദേശി അബൂബക്കറും ഭാര്യയുമാണ് പോലീസിനെ സമീപിച്ചത്. ഇതാരാന്നറിയോ? ഞാനാരാന്നറിയോ? നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിക്കോ നീ എന്റെ വീട്ടിൽ പുറത്ത്. ഇതുവരെ വാങ്ങിയ സ്ഥലം ആര് വാങ്ങിയ സ്ഥലം? എന്റെ ഉമ്മാക്ക് ശ്രീധരം വാങ്ങിച്ചു കൊടുത്ത സ്ഥലം. നീ ഏതടി? ഇറങ്ങിപ്പോ. എനിക്കറിയാം. മാറമ്പള്ളി മഞ്ഞയിൽ വീട്ടിൽ അബൂബക്കറും ഭാര്യ സൗജത്തുമാണ് തടീറ്റപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത്. 18 വർഷത്തോളമായി വിദേശത്തായിരുന്ന അബൂബക്കർ ഭാര്യ മരിച്ചതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ രണ്ടാമത് വിവാഹിതനായി. ഇതിൽ താല്പര്യമില്ലാതിരുന്ന മകളും മരുമകനും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും തല്ലി പുറത്താക്കിയെന്നുമാണ് പരാതി. റേഷൻ കാർഡ് മാറ്റാൻ കൊടുക്കണം അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ. വിദേശത്തെ ജോലി കൊണ്ട് സമ്പാദിച്ച വീട്ടിൽ നിന്നാണ് മകളും മരുമകനും ഇറക്കിവിട്ടതെന്നാണ് ഇരുവരും പറയുന്നത്. വീട് മരുമകൻ ആധികാരികമായി താമസിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പൊങ്ങക്കുട്ടി തള്ളി അവളെ അടിക്കുകയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ സമാധാനത്തോട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. ആരോട് പറയും? കാരണം എന്റെ മുടി പിടിച്ചു പറിച്ചിട്ടുണ്ട്, എന്റെ മുഖത്ത് തച്ചതോടെ അടയാളം വന്നിട്ടുണ്ട്, കൈ പിടിച്ചു പറിച്ചിട്ടുണ്ട്, ചെരുപ്പ് ഇതെല്ലാം സാധനം വലിച്ചെറിയാ ചെയ്തത്. വീട്ടിൽ ചെന്ന ഒരു ഉപദ്രവിയോൾ കത്തിയെടുത്ത് കുത്തുന്ന എന്നോട് പറഞ്ഞത്. അബൂബക്കറും ഭാര്യയും നിലവിൽ ആശുപത്രിയിലാണ്. ഇരുവരുടെയും പരാതി കിട്ടിയതായി തടീറ്റപ്പറമ്പ് പോലീസ് അറിയിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മകളോടും മരുമകനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുട്ടനടിയിൽ ലഹളയാണ്, ഒരു രക്ഷയില്ല. എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് മോള് ഭയങ്കര ചട്ടമ്പിയാന്ന് തോന്നുന്നു. എനിക്കിതിനകത്ത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും മകൾക്ക് ആ വസ്തു കൊടുക്കരുത്, മകൾക്ക് ആ വീട് കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ്. കാരണം ഉമ്മായുടെ സ്വത്ത് തന്നെ ആകട്ടെ, ഉമ്മ വാപ്പായുടെ ഭാര്യ തന്നെ ആയിരുന്നില്ലേ, ആ ഭാര്യ ഇത്രയും കാലം ജീവിച്ചില്ലേ, അത് ഈ വാപ്പ കൊടുക്കാതെ അല്ലല്ലോ, ഉമ്മയുടെ സ്ത്രീധനം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിച്ചത്, ഉപ്പായുടെയും കൂടെ അവകാശം തന്നെയല്ലേ. ഉപ്പ വീട് വയ്ക്കാൻ എന്തെങ്കിലും കൊടുക്കാതെ ചുമ്മാതെ അങ്ങ് വീട് പൊങ്ങിയെന്നാണോ വിചാരിക്കുന്നത്? എന്ത് തന്നെയായാലും 5 സെന്റ് മണ്ണ് അത് ആ ഉപ്പ ജീവിച്ചിരിക്കുന്നിടം വരെ ഉപ്പാക്ക് തന്നെ അവകാശമായിരിക്കണം. ഉപ്പയുടെ മരണശേഷം മോളെടുത്തോണ്ട് പോട്ടെ, അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കണം. പക്ഷെ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടാനമ്മയ്ക്കിട്ട് അടി കൊടുത്തപ്പം അവളുടെ കയ്യിൽ നിന്ന് അത് പോയി എന്നുള്ളതാണ് കറക്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അറിയത്തില്ല കേട്ടോ എന്താണ് റൈറ്റ്സ്, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടാവുന്ന പണിഷ്മെന്റ് അവൾക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളെ നോക്കുന്നില്ലെങ്കിൽ മക്കൾക്ക് എഴുതി കൊടുത്ത വസ്തുവകകൾ പോലും തിരിച്ചു വാങ്ങിക്കാനുള്ള ഒരു നിയമമുണ്ട്. അത് ആ മന്ദബുദ്ധി പെണ്ണിനെ അറിയത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ പെണ്ണ് ഇങ്ങനെ ഇളകുന്നത്. പിന്നെ അവളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് അവളുടെ ഭർത്താവാണ്. കാരണം അയാൾക്കാണല്ലോ സ്വത്തിൽ കണ്ണ്. ഭാര്യ ആണ് പ്രഷ്യസ്, ഭാര്യ മതി എന്നൊക്കെ ചിന്തിക്കേണ്ടടുത്ത് ഇപ്പം ഈ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരിക. അവൾ അത് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഒരു പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല, ഭർത്താവ് കിടന്ന് ബഹളം വെക്കുന്നതായിരിക്കും. ഈ പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് ഈ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിന്നെ അവ അടിച്ച് പുറത്താക്കാതിരിക്കുന്നത് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. പെൺകുട്ടി ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്. എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം മക്കളെ പഠിപ്പിച്ച് വളർത്തി ആളാക്കി വലുതാക്കി വിടുക എന്നതിനപ്പുറം അവർക്ക് സ്വത്ത് വകകൾ ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത്. ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുത്തിക്കഴപ്പ് കൊണ്ട് പിന്നെ നമ്മളെ തന്നെ പിടിച്ച് പുറത്താക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ കാലശേഷം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഭർത്താവിന് വീട്ടുകാർ നോക്കണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ അവിടെ കയറ്റാതിരിക്കാനും അവളെ കൊണ്ട് പറ്റും. പിന്നെ അയാളുടെ പ്രായത്തിനനുസരിച്ചിട്ട് അയാൾക്കൊരു തുണ വേണമല്ലോ. അതിലെന്താ തെറ്റിരിക്കുന്നത്? തീർച്ചയായിട്ടും അയാളൊരു വിവാഹം കഴിച്ചാൽ ഒരു തെറ്റുമില്ല. എത്ര കാലം തനിച്ച് ജീവിക്കും? ഉമ്മ മരണപ്പെട്ടു, ഇനി അയാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും അയാൾ പാർട്ട്ണറെ തേടിക്കൊണ്ടുവന്നിട്ടുണ്ടാവുക. ആ സ്ത്രീ അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ തനിക്ക് കിട്ടാൻ പോകുന്ന എന്തെങ്കിലും പോലും നിഷേധിക്കുകയാണ് ഈ പെണ്ണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. പെണ്ണിൻ്റെ കയ്യിൽ തന്നെയാണ് തെറ്റ്. ഇത് എൻ്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ഒരാൾ കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് അഭിപ്രായം പറഞ്ഞത്.
അതാണ് ഞാൻ മിക്കവാറും ഇത്തരം കാര്യങ്ങൾ ഞാൻ എടുക്കാത്തതിൻ്റെ റീസൺ. എനിക്കൊട്ടും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറയുന്നതിനോടൊക്കെ വിയോജിപ്പുള്ള ആളാണ്. അത് നമുക്ക് തോന്നണം, പേരൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് തോന്നണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് വലുത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പേരൻസിന് തോന്നി പേരൻസിന് ചെയ്യാമെന്നല്ല. അപ്പോൾ ഒരു കമ്പൽഷനും ഇല്ല. എല്ലാവർക്കും ലൈഫുണ്ട്. ആ മകൾക്ക് ആ ഭർത്താവിനെ വിട്ടിട്ട് ഉപ്പാക്ക് വേണ്ടി ഒന്ന് നിൽക്കാൻ പറ്റുമോ? ഉപ്പ മകൾക്ക് വേണ്ടി ജീവിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒന്ന് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ തിരിച്ചും പ്രതീക്ഷിക്കരുത്. അയാൾക്കൊരു പാർട്ട്ണർ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എപ്പോഴും ഒന്നും മകൾക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. മകൾക്കൊരു ലൈഫുണ്ട്, മകൾക്കൊരു കുടുംബമുണ്ട്. വസ്തുവകകൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയെങ്കിൽ അവൾക്കത് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അത്രയും ക്രൂവലായിട്ട് അച്ഛൻ്റെ കൂടെ പെരുമാറിയ ആ പെണ്ണ് ഒരു കാരണവശാലും അച്ഛൻ്റെ സ്വത്ത് അർഹിക്കുന്നില്ല. അത് അച്ഛൻ്റെതല്ല, അമ്മയുടെ എന്ന് പറഞ്ഞാലും അമ്മ ചുമ്മാതൊന്നും ഉണ്ടാക്കിയില്ല, കാറ്റടഞ്ഞല്ലോ നീ ഉണ്ടായത്, അച്ഛനും കൂടെ പരിശ്രമിച്ചിട്ട് തന്നെയല്ലേ ഉണ്ടായത്. ആ ബോധമില്ലാതെ അച്ഛൻ ആ രീതിയിൽ അവഹേളിച്ച അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇടപെട്ട് ആ വസ്തു അവളുടെ പേർക്ക് പോവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് വേണ്ടത്. ആ രണ്ടാനമ്മയെ അങ്ങനെ ഉപദ്രവിക്കാൻ അവൾക്ക് ആരും അധികാരം കൊടുത്തു? അയാളെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റല്ലേ അവർ ചെയ്തിട്ടുള്ളൂ. അതിനെ അവരെ അങ്ങനെ അടിക്കേണ്ട കാര്യം എന്താ? വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ട കാര്യം എന്താ? ഞാൻ എന്തായാലും ആ പറഞ്ഞ വ്യക്തിയോട് ഒപ്പം തന്നെയാണ്. ഈ മകൾ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്, വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. അയാൾ സമയോചിതമായി ഇടപെട്ടത് കൊണ്ട് 2 ജീവനോടെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മോളും മരുമോനും കൂടെ ചേർന്ന് 2നെയും തട്ടിയാലും തട്ടും. അവളെ കയ്യിൽ നിന്ന് ഉള്ളാസ് വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിഷം കലക്കി തരും. അമ്മാതിരി സാധനമായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.